ഹൈ ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 25/2/2025 ചൊവ്വാഴ്ച, ഇന്നലെ അവധിയായിരുന്നു. ഒരു അവധി ദിവസത്തിന് ശേഷം ഇന്ന് ഓപ്പൺ ആയത് 22,568 എന്ന ലെവലിലാണ്. അതായത് 42 പോയിന്റ് പ്ലസിൽ ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് ഓപ്പൺ ആയത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഒരു 105 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളൂ. എന്നാൽ നല്ല ട്രേഡിംഗ് ദിനമായിരുന്നു എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് തന്നു, ഓപ്പൺ ആയ പോയിന്റിൽ നിന്ന് തന്നെ വളരെ വേഗത്തിൽ മുകളിലോട്ട് പോയി. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവൽ ടെസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു: ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ വന്നു, ടാർഗറ്റ് കിട്ടി, ഗ്യാപ്പ് അപ്പ് ടാർഗറ്റ്, അവിടുന്ന് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ. അപ്പോൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിലാണെങ്കിൽ ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഓർ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയവർക്ക് ഇവിടെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ലഭിക്കുന്നത് കാണാൻ കഴിയും. അത്തരത്തിലൊരു ട്രേഡ് എടുത്ത ഏതൊരാൾക്കും വളരെ കൃത്യമായ ടാർഗറ്റ്, പല എൻട്രികൾ എടുക്കണമെങ്കിൽ അതിനും സാധ്യമായിരുന്നു. ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ആദ്യമേ തന്നെ പോയി, വീണ്ടും കിട്ടിയ അപ്പ് മൂവ് പിന്നെയും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു. ഈ തരത്തിൽ പല എൻട്രികൾ ഇവിടുന്ന് എടുത്ത് പലരും ആദ്യം എടുക്കാൻ മടിച്ചു നിന്നവർ പിന്നീട് വീണ്ടും ഒന്നുകൂടി ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോകുന്നുവെന്ന് കൺവിക്ഷൻ ആയപ്പം ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് വീണ്ടും ട്രേഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ സപ്പോർട്ട് ലെവലിലെത്തി, ഒന്ന് റിവേഴ്സായി. ഇത് കൃത്യമായും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ടാർഗറ്റ്, അതും കൃത്യമായ ലെവലുകളിലേക്ക്, റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് ആദ്യമേ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി അതല്ലെങ്കിൽ ഇത് ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ അത്തരത്തിൽ ക്യാൻഡിലുകളെ വായിക്കാൻ കഴിയുന്നവർക്ക് കൃത്യമായും ഈ അപ്പ് മൂവ് വീണ്ടും കിട്ടിയ ഡിക്ലൈനിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഇവിടെ നിന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ വീണ്ടും ബ്രേക്ക് ചെയ്തു. എന്നാൽ ഇവിടെ നല്ല സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് എടുത്തുവെങ്കിൽ പോലും ഈ ലെവലിൽ നിന്ന് പിന്നീട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരുമാതിരി വേലിക്ക് നാട്ട കെട്ടിയ പോലെ കൃത്യമായും ഒരേ അളവിലുള്ള ക്യാൻഡിലുകൾ മാത്രം. എന്നാൽ പ്രൈസ് കൃത്യമായും ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. റേഞ്ച് നോക്കിയാൽ നമുക്ക് ട്രേഡബിൾ റേഞ്ചുമുണ്ട്. എന്നാൽ ഇത്ര സമയം, ഇതെല്ലാം 5 മിനിറ്റിൻ്റെ ക്യാൻഡിലുകളാണ്, ഇത്ര സമയം ടു ആൻഡ് ഫ്രോ എന്ന രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ, ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്, ആ നിലയ്ക്ക് ടൈം ഡീക്കേ ഉണ്ടാകുമ്പോൾ ഒരു പ്രീമിയം മെൽറ്റിംഗ് സംഭവിക്കുന്നതുകൊണ്ട് പ്രോഫിറ്റബിൾ ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് വളരെ സാഹസകരമായ കാര്യമായിരുന്നു. എന്നാൽ ചിലരെങ്കിലുമൊക്കെ ഇവിടെ നിന്നും ഓപ്ഷൻ ബൈ ചെയ്ത് ചെറിയ പ്രോഫിറ്റുകളിൽ എക്സിറ്റ് ആയിരുന്നു, ചെറിയ തുക ചേർത്തിരുന്നു. അതായത് 14,000 പ്രോഫിറ്റ് ആദ്യത്തെ ട്രേഡിന് കിട്ടിയവരൊക്കെ പിന്നീട് 1-2 ട്രേഡൊക്കെ ചെയ്ത് 15,000 ചില്ലറയൊക്കെ ആക്കി ഇനി മാർക്കറ്റിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് മാർക്കറ്റ് സിസ്റ്റവും പൂട്ടി വെച്ച് ഏറ്റുപോയിരുന്നു. എന്നാൽ അവസാന ലാപ്പിൽ വീണ്ടും ഡിക്ലൈൻ തന്നെ കിട്ടി. മാർക്കറ്റ് സെല്ലിംഗ് മൂഡിലാണെന്ന് എല്ലാവർക്കും അറിയാം. ആ തരത്തിലാണെങ്കിൽ എപ്പോൾ കിട്ടുന്ന ഒരു ഹൈയും സെൽ ഓൺ എവറി ഹൈ എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ താമസിച്ച് 3:15 ശേഷം എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോഴേക്കും പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ വളരെ ശോഷിച്ചിരുന്നു, ചെറുതായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ, കാര്യം പ്രൈസ് കൃത്യമായും എത്തേണ്ടിടത്ത് എത്തിയെങ്കിൽ പോലും ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ട്രേഡിംഗ് ചാൻസ് നഷ്ടമാവുകയാണ് ചെയ്തത്. പ്രൈസ് കൃത്യമായി മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്തെ മൂവിങ്. ഇത് ഞാൻ ഇത്ര വിശദമായി പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, എൻ്റെ ട്രേഡിംഗ് ലെവലുകളും അതിനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ആ തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തി പ്രോഫിറ്റ് എടുക്കുന്ന പലരും പബ്ലിക്കിൽ നിന്ന് ഒട്ടനവധി പേർ എനിക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരാറുണ്ട്. അവർ ഇത് മനസ്സിലാക്കി അവരുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ മാറ്റം വരുത്തുന്നുണ്ട്, അവർക്ക് സക്സസ് ആകാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ തരത്തിൽപ്പെട്ടവർ ഇത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി ഇത് സംസാരിക്കുന്നത്. താല്പര്യമുള്ളവർ കേൾക്കുക എന്നേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ
ഇന്ന് ലഭിച്ച മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്ന് പരിശോധിക്കാം. ഇന്ന് പ്രൈസ് ക്ലോസ് ചെയ്ത ലെവൽ 22,510. ആ ലെവൽ തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ന് പ്രൈസ് അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അതാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നീട് കിട്ടേണ്ട ടാർഗറ്റ് ഏരിയയും ഈ സപ്പോർട്ട് ലെവലാണ്. ആ ലെവലിനെ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു സപ്പോർട്ട് എന്ന രീതിയിൽ, മൈനർ സപ്പോർട്ട് എന്ന രീതിയിൽ ഈ ലെവലിനെ കണക്കാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ, അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ഇരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രധാന റെസിസ്റ്റൻസ് ആയ 22,590 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യും. എന്നാൽ ഇന്നത്തെ ഉയരം ഭേദിച്ച് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഒരുപക്ഷെ അല്പം സ്ട്രോങ് ആയ ഒരു മൂവ്മെൻറ്റ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 22,485 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അതിൽ പ്രധാന സപ്പോർട്ടായി ഞാൻ കാണുന്നത് 22,312 എന്ന ലെവലാണ്. ഇതെല്ലാം വളരെ ക്ലോസ് ആയ ലെവലുകളാണ്, വളരെ അടുത്തടുത്ത റേഞ്ചുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ഇവയെല്ലാം അതിൻ്റെതായ പ്രാധാന്യമുള്ള ലെവലുകൾ തന്നെയാണ്. ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പ്രൈസിന് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് തരാവുന്നതാണ്. അതെല്ലാം നമുക്ക് പുതിയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തരാനായി സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പുതിയ സ്റ്റോപ്പ് ലോസുകളെ മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. ഇത് കോൾ ഓപ്ഷൻ വാങ്ങാനോ പുട്ട് ഓപ്ഷൻ വാങ്ങാനോ ഉള്ള ഒരു സജഷനുമല്ല. ഞാൻ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന കാര്യമാണ്. പഠനാർത്ഥം ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പഠനാർത്ഥം മാത്രമാണ് ഇത് തയ്യാറാക്കപ്പെടുന്നതും. അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ചാനൽ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പബ്ലിക് ചാനലിൻ്റെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ എല്ലാ ദിവസങ്ങളും കൊടുക്കാറുണ്ട്. ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്താൽ അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായും ആ നമ്പർ ഉപയോഗിക്കാം. അതിലൂടെ വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാവുന്നതുമാണ്. 48,629 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ ഒരു മൈനർ സപ്പോർട്ടായി 48,533 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് 49,331 ആണ്. എന്നാൽ അതിനിടയിൽ മൈനർ സപ്പോർട്ടുകളായി ഈ ലെവലുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാണാം എന്നാണ് കരുതുന്നത്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ്, അതായത് 48,916 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഗ്രാജുവലി ഈ ലെവലുകൾ 49,39 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം. അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ നാളെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന
പുതിയ ലെവലുകളെ സ്റ്റോപ്പ് ലോസുകളായി കണ്ടെത്തി അവയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ റിപ്പീറ്റ് ചെയ്യാൻ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 48,368 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഈ ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ 48,113 എന്ന പ്രധാന സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതിന് താഴെ മൈനർ സപ്പോർട്ടുകളായി വീണ്ടും ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ലെവലുകളെല്ലാം വളരെ വ്യക്തമാണ്, അവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 74,550 എന്ന് പറയുന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 74,469 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുകളിലോട്ട് 75,285 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈനർ റെസിസ്റ്റൻസുകളായി 74,736, 835, 910, 75,111 എന്നിങ്ങനെയുള്ള ലെവലുകളുമുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് ഇന്നത്തെ ഉയരം ബ്രേക്ക് ചെയ്തേക്കാം. 74,835 എന്ന ലെവൽ അത് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നുവെങ്കിൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിലുള്ള ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാവുന്നതാണ്. അത്തരത്തിലൊരു മൂവിങ് ലഭിക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 74,387 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ സപ്പോർട്ട് ലെവലുകളും ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ 74,169, 832, 73,832, 73,584. അതിനകത്ത് 73,584 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിനായി തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്